നിങ്ങൾ കഞ്ചാവ് ആയിരിക്കും, മിക്കവാറും ക്യാപ്ഷൻ മാത്രം കണ്ടിട്ടായിരിക്കും വിളിച്ചിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞത് കഞ്ചാവ് ഉപയോഗിക്കുന്നത് തെറ്റല്ല, കഞ്ചാവ് എങ്ങനെ ഉപയോഗിക്കണം എന്നാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ ഉപയോഗിക്കണം എന്ന് പഠിപ്പിക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ ക്യാപ്ഷൻ ഇട്ടത്. അതെ അതെ അഥവാ അങ്ങനെയല്ല, കഞ്ചാവ് അടിക്കാൻ കഞ്ചാവ് അടിക്കാൻ കിട്ടി, കഞ്ചാവ് അടിച്ച് തുടങ്ങി കുറച്ചാൾ കഞ്ചാവ് കുഴപ്പമുള്ള തോന്നിയാലും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത്, ആ ഡോക്ടറിനോട് പറഞ്ഞിട്ട് ഡോക്ടർ എന്ന് പറയുന്നത് അതുപോലെ നിൽക്കാൻ പറ്റും. പിന്നെ ഇത് അടിക്കാനായിട്ട് മനസ്സിലാക്കി അടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കള്ളു കുടിക്കുന്നത് കള്ളു കുടിക്കാൻ അറിയുമോ? ഇത് ലീഗലാണല്ലോ, സിഗരറ്റ് വലിക്കുന്നത് സിഗരറ്റ് വലിക്കാൻ അറിയുമോ? ഇതൊക്കെ ലീഗലായിട്ട് ഗവൺമെന്റ് കൊടുക്കുന്ന സാധനങ്ങളല്ലേ ഇതൊക്കെ. അത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് എന്തിനാ? ശരിക്കും പണക്കാരുടെ പാർട്ടികളൊക്കെ അവര് സിപ്പായിട്ട് കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സിനിമകളിലാണെങ്കിലും. അല്ല അല്ല അവർക്ക് അടിക്കാൻ അറിയാലോ. അങ്ങനെയല്ല അടിക്കുന്നത്, അത് ഒറ്റ അടിക്ക് അടിച്ചാൽ കുഴപ്പമില്ല. അത് വലിയ നിർബന്ധമൊന്നുമില്ല. അടിച്ച് കഴിഞ്ഞിട്ട് കാണിക്കുന്ന പോക്കൃത്തലുണ്ട്. പക്ഷെ അതേപോലത്തെ പാർട്ടികൾ അങ്ങനെ പോക്കൃത്തലൊന്നും കാണിക്കാറില്ല. എല്ലായിടത്തും എല്ലാത്തിനും ആൾക്കാരും ഹൈ ക്ലാസ്സിൽ മണ്ടന്മാരില്ലെന്നൊന്നും എത്ര വലിയ ഹൈ ക്ലാസ്സിലാണ് പറയാൻ. അല്ല ഈ ബാംഗ്ലൂരിലേക്കാണെങ്കിൽ പബ്ബുകളുണ്ട്, ഗോവയിൽ പബ്ബുകളുണ്ട്. അലമ്പൊക്കെ ഉണ്ട് അവർക്ക്. വളരെ കുറച്ച് പേര് സമയം തെറ്റിയ ആൾക്കാരുണ്ടാവും, സൈക്കാട്രിക് പ്രോബ്ലം ഉള്ളവരുണ്ടാവും, വേറെ പ്രസക്തി ഇറങ്ങി അവസാനം പരവേശം കൊടുത്തിട്ട് ഇതൊക്കെ കാണുമ്പോൾ അതിശയിച്ചിട്ട് കാണിക്കുന്ന ആൾക്കാരുണ്ടാവും. വീട്ടിൽ പ്രശ്നം പ്രശ്നം സാധ്യതയുണ്ട്. അതല്ല ഇവിടുത്തെ പ്രശ്നം. കൂടുതൽ പേരെ എങ്ങനെ ചെയ്യുന്നു വല്ലപ്പോഴും എടുത്ത വന്നിട്ട് അഭ്യാസം കാണിക്കുന്ന മൊത്തത്തിൽ വന്നു അങ്ങ് അടിച്ച കാപ്പി സംസാരിക്കുന്ന ആവശ്യം. പിന്നെ കഞ്ചാവ് എന്ന് പറഞ്ഞാൽ ഈ ചെടി ഇത് വലിക്കാൻ തുടങ്ങിയത് എന്നാണെന്നോ എപ്പോഴാണെന്നോ മനസ്സിൽ ഒരു ധാരണയില്ല. ഇത് ആദ്യം ചില ആളുകൾ പറയുന്നുണ്ട് ശിവൻ വരെ ശിവനൊക്കെ അന്നോ കാലത്ത് ഉപയോഗിക്കുന്ന നമ്മുടെയൊക്കെ ചിലപ്പോൾ DNA കൂടുതൽ തപ്പിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും പാരമ്പര്യത്തിലൂടെ കാണും. അതിന്റെ ബാക്കിയെ കാണും. ഞാൻ കേട്ടത് എന്റെ കൂട്ടുകാർ വരെ പറഞ്ഞിട്ടുണ്ട് ശിവൻ വരെ, അതായത് ദൈവം വരെ ഇത് വലിച്ചുകൊണ്ടിരിക്കുന്നതാണ്, പിന്നെ നമ്മൾ വലിച്ച എന്താണ്? അല്ല അങ്ങനെ പറയുന്നവരുണ്ട്, ഞാൻ പറഞ്ഞതാ. അവര് പറയുന്നത് നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ പറയുന്നത് ഇത് തലമുറകളായിട്ട് ഇപ്പൊ മദ്യം ഉണ്ടാകുന്നതിന് മുമ്പേ ഉണ്ടായ സാധനമായിരിക്കും ഒരു അത് കഞ്ചാവോ പിന്നെ എന്തെങ്കിലും വേറെ ഇപ്പൊ തെങ്ങുകളെ വഴി കണ്ടുപിടിക്കാൻ സമയം എടുത്തതാണ്. ഇതെന്ന് വെച്ചാൽ ചെടിയാ, ആരെങ്കിലും മറിച്ച് തിരിഞ്ഞ് നോക്കുന്ന വഴിക്ക് തിരിഞ്ഞ് ഇതിനകത്ത് എന്തോ ഉണ്ട്, ഇത് കണ്ടപ്പോ ഇറങ്ങി ഇറങ്ങി നടക്കുന്നുണ്ടാവും. ഇതിനകത്തുള്ള രസം ഇപ്പൊ ഇന്ത്യയിൽ അത്ര ഇല്ലീഗലാണോ ഇത് വലിക്കുന്നതൊന്നും ഇല്ലീഗൽ അല്ല. താൻ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കറങ്ങുന്ന സാമിമാരെയൊക്കെ പറ്റി ആ മൈത്രയും പറഞ്ഞിട്ടില്ല, അവരെല്ലാം കൂടി ജയിലിടുക. ബാങ്ക് ഉണ്ടല്ലോ, ബാങ്കും ലീഗലായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ആണെങ്കിലും നമ്മൾ പറഞ്ഞ പോലെ ഒരു നിശ്ചിത അളവ്, അതായത് ഇത്ര ഗ്രാം കുറച്ച് വെച്ച് കൈ വെച്ചാൽ അത് വലിയ കേസൊന്നും ആകുന്നില്ല, പെറ്റിക്കേറ്റ് അടിച്ച് വിടത്തേ ഉള്ളൂ. അല്ലാതെ ശിക്ഷാറോ ഒന്നും അല്ല പറഞ്ഞത്. പെറ്റ് കിട്ടും, സിഗരറ്റ് പുറത്തുനിന്ന് വലിച്ചാൽ കിട്ടും, അതൊരു വ്യക്തി. അപ്പൊ അതിനെ അങ്ങനെ യൂസ് ചെയ്ത ഒരാളെ ഒന്നും ചെയ്യാനില്ല. കഞ്ചാവാണെങ്കിൽ MDMA ആണെ മാറും. ഇത് ഈ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ തമ്മിലുള്ള വ്യത്യാസം വെച്ചിട്ടാണ് ഇവിടെ ഈ സംഭവം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഈ ലീഗലാക്കുക വിചാരിച്ചു. ഈ ലീഗലാക്കി കുറച്ചുകൂടെ സേഫ് ആവുക ചെയ്യുന്നത്. ശരിക്കും ലീഗൽ ആക്കണം എന്ന അഭിപ്രായക്കാരനാണ്. ലീഗലായിട്ട് മെഡിക്കൽ സ്റ്റോറിൽ ഈ സാധനം കൊടുക്കും, അതും പ്രിസ്ക്രിപ്ഷനോട് കൊടുക്കാം. ഇനി അല്ലാതെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആരും എടുത്തോണ്ട് ബ്ലാക്ക് മാർക്കറ്റിൽ മേടിച്ചാൽ ഇപ്പൊ ഞാനൊരു അവസ്ഥ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അവിടെ എല്ലാവരും എങ്ങനെ അടിക്കുന്നതാണ്. അവിടെ തനിക്ക് പുറത്തും കിട്ടും, മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും. ഇപ്പൊ മെഡിക്കൽ സ്റ്റോറിൽ അല്ലാത്ത സാധനം വില കുറവായിരിക്കും, ബ്ലാക്ക് മാർക്കറ്റിൽ വരുന്നതിന് അവിടെ വില കുറവാണ്. അല്ലെങ്കിൽ ഇതിന് കൂടി എന്തെങ്കിലും സാധനങ്ങൾ മിക്സ് അടിച്ചിട്ട് നിങ്ങൾ പറഞ്ഞ സാധനങ്ങൾ വരും. അങ്ങനെ വരുമ്പോൾ എന്തോ അതിന് ചിലപ്പോൾ വേറെ വിലക്ക് ഈ സാധനം കിട്ടും, ഒരു പുറത്തുനിന്ന് മേടിക്കും. പക്ഷെ അവിടെ പിന്നെ ഒരു ലാബുണ്ട്. ഇപ്പൊ MDMA കുറച്ച് സാധനം എടുത്ത് മേടിച്ചു എന്റെ കൂട്ടുകാരൻ അവിടെ അടിക്കുന്ന, അപ്പൊ അവനെ ലാബിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യും. ഈ MDMA വേറെ കെമിക്കൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അഡിക്ഷൻ ഉണ്ടാവും. അപ്പൊ ഈ മാഫിയ ടീമിന്റെ ഉദ്ദേശം അഡിക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളത്. വിറ്റ് കാശ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ ഇന്ത്യ വിൽക്കുന്ന മൊത്തം അഡിക്ഷൻ ആകുന്ന സാധനമായിരിക്കും. റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഗവൺമെന്റ് ആണെങ്കിൽ അവർ ഉറപ്പായിട്ടും ഇത് ഗവൺമെന്റ് ഏറ്റെടുക്കുന്ന സമയം കഴിഞ്ഞു. കാരണം ഡ്രഗ് അഗൈൻസ്റ്റ് വാർ എന്ന് പറയുന്നത് ലോകം മുഴുവൻ കളി കളിച്ചിട്ട് പല രാജ്യങ്ങളും അത് വേണ്ടെന്ന് വെച്ചത് അതിനകത്ത് നടപടി ഇല്ലാത്തതുകൊണ്ട് ഇത് നിൽക്കത്തില്ല. അല്ല പക്ഷെ സർക്കാരുകൾ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളും ഒരു കാര്യമില്ല. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ വർഷം അല്ല ഇപ്പൊ സിനിമാ മേഖലയിലാണെങ്കിൽ പോലും മദ്യം വിഷമാണ്, മദ്യം മറ്റേതാണോ ടീമുണ്ട്. ഇതിനിപ്പോ മദ്യം വലിയ വിഷമാണ്. MDMA വന്നാൽ പിന്നെ മദ്യത്തിന് വലിയ ദോഷം ഇല്ലല്ലോ. മദ്യത്തിനുള്ള പ്രശ്നം മദ്യത്തിന് ഇട്ടുള്ളൂ. ചിലപ്പോ സർക്കാർ മാത്രമല്ല പല സിനിമാ സംഘടനകളാണെന്നുണ്ടെങ്കിലും അല്ലാത്ത സംഘടനകളാണെന്നുണ്ടെങ്കിലും ലഹരി നിരോധനത്തിന് വേണ്ടിയിട്ട്, ലഹരി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ താങ്കളെപ്പോലുള്ള ആളുകൾ പറയാണ് ഇത്
ലീഗലൈസ് ആക്കണം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ശരിക്കും അതൊരു കോൺഫ്ലിക്റ്റ് ഒരു കോൺഫ്ലിക്റ്റ് ഇല്ല. ലീഗലൈസ് ചെയ്തത് കൊള്ളാത്ത രാജ്യങ്ങൾ ലീഗലൈസ് ചെയ്തിട്ട് വലിയ പ്രശ്നമില്ലാതെ മാനേജ് ചെയ്യുന്നുണ്ട്. ഇവിടെ അതല്ല സംഭവിക്കുന്നത്. ഇവിടെ ഈ പറഞ്ഞ പോലെ ഉപയോഗിക്കുന്ന സാധനം വരെ വിഷമാണ്. അല്ലെങ്കിൽ ഇതിനൊരു കൺട്രോൾ ഇല്ല. അല്ലെങ്കിൽ ഇത് എവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഇതിനകത്ത് എന്തൊക്കെ കെമിക്കൽ ഉണ്ടെന്ന് അറിയാത്ത സാധനം വലിച്ചു വരിയിട്ട് ഓരോരുത്തർ എടുത്തിട്ട് വേറെ എന്തെങ്കിലും അസുഖമായിരിക്കും. ഇവര് ഗൂഗിൾ സെർച്ച് ചെയ്ത കാഞ്ചാവിനെ പറ്റി ഒരു റിസർച്ച് അതിന്റെ സൈഡ് എഫക്ട്സും അതിന്റെ എഫക്ട്സും ഒക്കെ കിട്ടും. ഇതൊന്നും ആയിരിക്കത്തില്ല ഇവൻ അടിക്കുന്ന സാധനം. അത് അടിച്ച് കഴിഞ്ഞിട്ട് ഇവൻ കഞ്ചാവാണെന്ന് വലിച്ചുകൊണ്ടിരിക്കുന്ന സാധനം വേറെ എന്തെങ്കിലും അസുഖം വേറെ ആയിരിക്കും. ഇവിടെ ഈ കഞ്ചാവ് അടിച്ചു അല്ലെങ്കിൽ ലങ്സിന് എന്തെങ്കിലും പ്രശ്നമായിട്ട് വരാൻ പോകുന്നേ ഉള്ളൂ. ഇനി ലിവറെ കിഡ്നി ലങ്സ് ഈ ന്യൂറോ ബ്രെയിൻ ഈ പറയുന്ന സൈക്കാട്രിക് പ്രശ്നങ്ങളുള്ളവരുടെ എണ്ണം വല്ലാണ്ട് കൂടും. ഇപ്പൊ തന്നെ ഈ 2025 കണ്ടല്ലോ, ഞാൻ 5 വർഷം മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഈ അടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 5 വർഷം സൈക്കാട്രിക് പേഷ്യന്റ് എണ്ണം കൂടും, കൊലപാതകം നടക്കും, പല പ്രശ്നങ്ങളുണ്ടാകും. വീഡിയോ കൊണ്ട് വേണം തപ്പിയെടുത്ത് തരാം. ഏതാ 2020 പറയുന്നുണ്ട്. കാരണം ഈ സാധനം തുടങ്ങിയപ്പോൾ എന്തൊക്കെ പുതിയ ഡ്രഗ്സ് വന്നത് എനിക്കറിയാം. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാനിത് തമാശ രീതിയിൽ പറഞ്ഞ സൈക്കാട്രിക് ഹോസ്പിറ്റൽസ് ബിസിനസ് കിട്ടുമെന്ന് പറഞ്ഞു. അത് ഇപ്പോഴേ തുടങ്ങാമെങ്കിൽ അത് പഠിച്ച് ഉള്ള ആൾക്കാരെ കൂടെ കൊണ്ട് രീതിയിൽ 2-3 സൈക്കാട്രിസ്റ്റ് കുറച്ച് സൈക്കോളജിസ്റ്റും എനിക്ക് സൈക്കാട്രി അവരെ കൊണ്ട് ഇരുത്തിയിട്ട് ചുമ്മാ ഡി അഡിക്ഷൻ സെന്റർ തുടങ്ങിയാൽ ഇപ്പൊ കേരളത്തിൽ ഡി അഡിക്ഷൻ സെന്റർ ഇപ്പൊ തുടങ്ങിയാൽ പോലും നല്ല ബിസിനസ് ആണ്. ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പൊ തന്നെ സെലിബ്രിറ്റി ഡി അഡിക്ഷൻ അതൊക്കെ ഉണ്ടാകുന്നത് ഇപ്പോഴല്ല. ഈ സാധനം ഇറങ്ങുന്ന കണ്ടാൽ എനിക്കറിയാമല്ലോ. എന്നിട്ട് ഇവർക്ക് മനസ്സിലാവാതെ ഇവരപ്പോഴും കിടന്നുകൊണ്ട് പറയുന്നത് മൊത്തം ഇത് പിടിക്കാൻ പോകുന്നു. അന്ന് പിടിച്ചില്ലല്ലോ, പിടിച്ചപ്പോഴാ എല്ലായിടത്തും സുലഭമായി കഴിയുമ്പോൾ ആരെ പിടിച്ചാലും കിട്ടുന്ന സമയത്താണ് പിടിക്കുന്നത്. അങ്ങനെയല്ല കൺട്രോൾ വേണം. അതുപോലെ ഇതിനെപ്പറ്റി ബോധവൽക്കരണം ഉണ്ടായിരിക്കും. അടിക്കുന്നവരറിയിരിക്കുന്നു. ഉപഭോക്താവ് ഇതിനാണെങ്കിൽ ആവശ്യമില്ലാത്ത സാധനം പോലെ ചെയ്യുന്നു. നല്ല കഞ്ചാവ് മേടിച്ചടിക്കുന്നതാണ് പ്രാപ്തരാകും. അത്രയും ചെയ്താൽ അതിന്റെ അളവും തോതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവൻ പോയി പുറത്തുനിന്ന് സാധനം മേടിക്കുന്നവർ കാണും, അവരെ മാത്രം പിടിച്ചാൽ മതി. ഇതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ പ്രശ്നം ഉണ്ടാകുന്നവരെ പിടിക്കാതെ അവരെ പിടിച്ച് ജയിലിൽ പോകുന്നത് റീഹാബ് വേണ്ടത് അയാൾക്കാ പ്രശ്നം. ഈ സാധനം ഉപയോഗിക്കുന്ന ആൾക്കാ പ്രശ്നം. മനസ്സിലായില്ല. ഇത് അറിഞ്ഞ് ഉപയോഗിക്കാൻ പറ്റുന്നവരുണ്ട്. അല്ലാതെ എല്ലാം അടിച്ച് എല്ലാം രാഗം പിടിക്കുകയും എല്ലാം അടിച്ചുകൊണ്ടിരിക്കുന്ന നല്ല രീതിയിൽ എനിക്ക് എന്റെ അറിവിൽ എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഉപയോഗിച്ചിട്ട് ഒരു പ്രശ്നമില്ല. വളരെ കുറച്ച് പേർക്ക് 1-2-3 പേര് സൂയിസൈഡ് ചെയ്തവരുണ്ട്. അടിച്ചടിക്കായിട്ട് ഇപ്പോഴും വെളിവില്ലാതെ നടക്കുന്നവരുണ്ട്. പിന്നെ അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് അടിക്കായിട്ട് കാര്യമായിട്ട് പ്രയോജനമില്ലാത്തവരുണ്ട്. ഇതൊക്കെ ഇവർക്ക് നേരത്തെ എന്തോ പ്രശ്നമുള്ളത്. ഇവർക്ക് സ്കൂൾ തൊട്ട് ഈ പ്രശ്നക്കാരാണ്. ഞാനും ചെറിയ പ്രശ്നക്കാരനായിരുന്നു. അപ്പൊ എനിക്ക് ഈ സാധനത്തിനകത്ത് വേറെ വ്യത്യാസമുള്ളത്. എനിക്ക് അഡിക്ഷൻ ഇല്ല. മനസ്സിലായത്. ഞാൻ കുറെ കൊല്ലം കൊണ്ട് ഇത് ഉപയോഗിച്ചല്ലാതെ എന്റെ പുറകെ നിൽക്കത്തില്ല. എനിക്ക് ഇതിനേക്കാൾ പണമെടുത്ത് വേറെ എന്തോ സാധനം ഇവിടെ കിടപ്പുണ്ട്. ഈ മറ്റവൻ അതല്ല, വേറെ ചിലർക്ക് അതല്ല. ഇത് പലരും പല രീതിയിൽ ഉപയോഗിക്കുന്നു. ഇപ്പൊ മദ്യപിക്കുന്നത് എല്ലാം റോഡിൽ കിടക്കുന്നു. മനസ്സിലായി. നല്ല രീതിയിൽ മദ്യപിക്കുന്നവരുണ്ട്, മദ്യപിച്ച് കുടുംബം കൊണ്ടുവന്നവരുണ്ട്, കാശിന് കണ്ടവരുണ്ട്, കടത്തിപ്പെട്ട് ആത്മഹത്യ ചെയ്തവരുണ്ട്. മദ്യം ലീഗല, കഞ്ചാവ് ഇല്ലീഗല. ഇതിനകത്ത് ഇത് തന്നെ അല്ല ഇപ്പൊ ലീഗലാക്കണ കഞ്ചാവ് മാത്രമാണോ അതോ MDMA പോലത്തുള്ള സ്റ്റാമ്പ് അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ കഞ്ചാവ് ലീഗലാക്കണം എന്ന് മാത്രമാണോ പറയുന്നത്? ഓൾറെഡി അത്ര ഇല്ലീഗൽ ഒന്നുമല്ല. പൊസഷൻ എത്ര ക്വാണ്ടിറ്റി പോലും ഇരിക്കും. താൻ ഈ സാധനം ഒരു എനിക്കൊരു 100 gram എത്ര കണ്ടിട്ടില്ല. എന്ന പോലെ 5 gram എന്തായിക്കോട്ടെ. അത് ആ മിനിമം ക്വാണ്ടിറ്റി കൂടുതൽ പോയെങ്കിൽ ഇത് മറ്റേ ഇതാകത്തുള്ളൂ, കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എന്നൊക്കെ പറയത്തുള്ളൂ. MDMA അങ്ങനൊന്നുമല്ല. ഇച്ചിരി കിട്ടിയാൽ അത് അല്ല അതൊക്കെ ലീഗലാക്കണം എന്നുള്ള അഭിപ്രായം ഉണ്ടോ എന്നുള്ളത് ലീഗലാക്കാം. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഇത് മാനേജ് ചെയ്യാൻ പറ്റണം. അല്ല ഞാൻ പണ്ട് കാലങ്ങളില് മദ്യപാനം തെറ്റായിട്ട് കണ്ടവരായിരുന്നു. ഇത് മെഡിക്കൽ യൂസിന് പുതിയതായിട്ട് നിങ്ങൾക്ക് ADHD ഉള്ളവർക്ക് പിള്ളേർക്ക് കൊടുക്കുന്നുണ്ട്. ആൻസൈറ്റി ഉള്ളവർക്കൊക്കെ ഈ സാധനം ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻ ആണ്. ഈ സാധനം ഈ സൈക്കാട്രിക് കംപ്ലൈന്റ് ഉള്ളവർക്ക് പോയി മേടിക്കാൻ വന്നിട്ട് അവനെ സ്ട്രിപ്പ് മൊത്തം തിന്നാൽ അവന് കിക്ക് ഉണ്ടാവും. മനസ്സിലായില്ല. അതിന്റെ ക്വാണ്ടിറ്റി വളരെ കുറയ്ക്കാം. 0.0 ഉള്ള കണക്കിലായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ ഇത് MDMA പുറത്തിറങ്ങുന്ന ഈ അബ്യൂസ് ചെയ്യപ്പെടുന്ന സംഭവമല്ലോ, അത് വരുമ്പോൾ ഇതിന്റെ നല്ല ഹൈ ക്വാണ്ടിറ്റി, അതുപോലെ കോൺസെൻട്രേഷൻ കൂടിയത് ആ കെമിക്കലിന്റെ ഇത് കൂടുതലായിരിക്കും. അതങ്ങോട്ട് വലിച്ചു കയറ്റി കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലുള്ളവരല്ലേ ഉപയോഗിക്കുന്നത്. അല്ലാതെ ഇത് അസുഖക്കാരൻ മാത്രമല്ല ഉപയോഗിക്കുന്നത്. നിനക്കൊരു മരുന്ന് കിട്ടിക്കഴിഞ്ഞാൽ അസുഖം ഇല്ലെങ്കിൽ നീ ഉപയോഗിച്ചിട്ട് നീ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചാൽ നിനക്ക് തിരിച്ചു വരും. എനിക്കത് ഇല്ലാതെ നിൽക്കാൻ പറ്റാതെ വരും. അല്ല ഒരു 10-15 വർഷം മുമ്പ് മദ്യപാനം പുകവലിയൊക്കെ തെറ്റായിരുന്നു. ഈ ഒരു കാലഘട്ടം ഇപ്പൊ കഞ്ചാവ് MDMA പോലുള്ള സാധനങ്ങള് അല്ല തെറ്റായിട്ട് കാണുന്നു. ഞാൻ പറയാം സമൂഹത്തിനായിട്ട് തെറ്റായിട്ട്. അല്ല ഇനി 10-25 കൊല്ലോടെ കഴിഞ്ഞ് അല്ല 10-25 കൊല്ലോടെ ഇതിനും വേണ്ട എന്തെങ്കിലും സാധനം വരാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഭയങ്കര നോർമലൈസ് ആവില്ലേ? ഇപ്പൊ MDMA കാണിച്ചില്ലേ, ഇപ്പൊ കാണിക്കുന്ന ഡ്രഗ്സ് അതിനേക്കാളും സിവിയറും അതിനേക്കാൾ സ്ട്രോങ്ങും അതിനേക്കാൾ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത് ബെറ്ററിനും മോർഫിനും ഈ ഇങ്ങനത്തെ സാധനങ്ങൾ കൂട്ടിയടിക്കുന്നതിലേക്ക് ഇഞ്ചക്ഷൻ ഈ സത്യത്തിൽ കുത്തി HIV ഒക്കെ പടർന്ന് അങ്ങനെ കുറെ പേർക്ക് അങ്ങനെ വരെ പ്രശ്നം ഉണ്ടായിട്ട് ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല. അത് കഴിഞ്ഞ് ഈ പുതിയ ഡ്രഗ് വന്നപ്പോ മറ്റേതിനെ ഒഴിവാക്കിയതേക്കാണ്. അല്ലാതെ മറ്റേത് ഇപ്പോ
ആൾക്കാർക്ക് താല്പര്യം മയക്കുമരുന്ന് പോലത്തെ ഒരു അവസ്ഥ, മയങ്ങുക, കുത്തി കഴിഞ്ഞാൽ തൂങ്ങി അവിടെ ഇരിക്കുക, സ്വപ്നം കണ്ടിരിക്കുക, ആ ഇരിപ്പാ. പക്ഷെ ഇപ്പൊ പറയുന്ന സാധനം അങ്ങനെയല്ല. ഇപ്പൊ LSD ആണെങ്കിലും MDMA ആണെങ്കിലും ആ സൈസ് കിട്ടുന്നല്ല കിട്ടുന്നത്. അന്ന് അതേ ഉള്ളൂ. പിന്നെ കിട്ടാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മദ്രാസ് ഫിസിംഗ് കോളേജ് എവിടെ മദ്രാസ് സാധനം ഭയങ്കരമായ മയങ്ങി കിടക്കുന്ന സ്വപ്നം കണ്ടു കിടക്കുന്നു. ആ സമയത്ത് പെണ്ണിനെ 5 റേപ്പ് ചെയ്താൽ പോലും അവർ അറിയത്തില്ല. എന്തോ സ്വപ്നം കണ്ടവർ കിടന്നു, അനസ്തേഷ്യ കൊടുത്തിട്ടേക്കുന്ന അവസ്ഥ, സർജറി ചെയ്താൽ പോലും അറിയത്തില്ല. ഡോസ് കിട്ടിക്കഴിഞ്ഞാൽ ഇയാൾ റിയാക്ട് ചെയ്യുകയും ചെയ്യും എന്ന് ഞാൻ ഓർമ്മയാണ്. അതാണ് അന്ന് അവർ അബ്യൂസ് ചെയ്തത്. ഇപ്പൊ കഴിഞ്ഞ ബാംഗ്ലൂർ സംഭവം പറഞ്ഞിട്ട് ഒരു ബന്ധുത്തിന് ആരാണ്ട് കൂടെ കയറി ഇതുപോലെ കൊടുത്ത് മയങ്ങി വന്നു. എനിക്കറിയത്തില്ല, പക്ഷെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് എപ്പോഴും നടക്കാം, ഇത് ആർക്കും വേണേ ചെയ്യാം. ഇത് തനിക്ക് കിട്ടുന്നുണ്ട്, താൻ അറിയാൻ വേണ്ടി റദ്ദ് ചെയ്തിട്ട് കാണിക്കുക, ആരെ വേണേ കാണിക്കാം. മനസ്സിലാകുന്നത് അത് വേറെ, അത് ഇൻസിഡന്റ് വേറെ, അതുപോലെ വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ഇത് നമ്മൾ വിചാരിക്കും ഈ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഡ്രഗ്സ്. ശ്രദ്ധിച്ചു, മദ്രാസിൽ തമിഴ്നാട്ടിൽ ഇത്ര പിടിക്കത്തില്ല, ബാംഗ്ലൂർ പിന്നെ ഉണ്ട് കുറെയൊക്കെ. പക്ഷെ അല്ലാതെ ബാക്കി സ്റ്റേറ്റുകളിൽ നോക്കിക്കഴിഞ്ഞാൽ കഞ്ചാവിന് വലിയ വിലയുള്ളൂ. പഞ്ചാബിലൊക്കെ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് പിടിക്കാനുള്ള ചോക്ലേറ്റ് ആയിട്ട് കിട്ടുന്നു, ഒക്കെ കിട്ടുന്നു. കിട്ടും. ഗുജറാത്തിൽ ചെല്ല്, രാജസ്ഥാനിൽ ചെല്ല്, അവിടെ എല്ലാം ബാങ്കിന് കടയുണ്ട്. രാജസ്ഥാനിൽ പോയൊക്കെ ബാങ്ക് കുടിച്ചിട്ട് നമ്മുടെ അണ്ണന്മാര് പോയി എല്ലാം അടിക്കാൻ കൊണ്ട് ചെന്നിട്ട് അവൻ പറഞ്ഞു രാവിലെ കഴിക്കുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒന്നും പറ്റത്തില്ല, പോയി കിടപ്പാവെന്ന് പറഞ്ഞ് വിട്ടവന്മാർ കുറച്ചു കഴിയുമ്പോൾ ഒരു ഫുഡ് അടിച്ചത് വീണ്ടും വന്നിരിക്കുക കരക്ക് കേട്ടാണ് കള്ളു പഠിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അങ്ങനെ അടിക്കാനൊന്നും വിഷയമൊന്നുമല്ല വാങ്ങുന്നു, അങ്ങനെ എത്ര വേണം തിന്നും. ഇത് പക്ഷെ ആ ഹോളി സമയത്ത് കലക്കി കുടിക്കുന്നു. ഇങ്ങനെ പല കണ്ടങ്ങളുണ്ട്. പിന്നെ കഞ്ചാവ് ഇവിടെ നിന്ന് പുറത്തിറങ്ങി താഴെ പറയുന്ന പോലെ ഞാനീ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ കാശ്മീർ പോയി, മലാനാക്രി എന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ വഴിയോര കർഷക വഴിയോര കച്ചവടമാണ്. മനസ്സിലായില്ലേ? അവിടെ ചെന്ന് കത്തിക്കാൻ വലിക്കാം, എന്തുവേണേ കാണിക്കാം, എന്തുവേണേ കാണിക്കാന്നല്ല, ആരെങ്കിലും പിടിക്കുകയോ അച്ഛനെയോ പീഡിപ്പിക്കുകയോ പോക്കറ്റ് അടിക്കുകയോ കൊലപാതകം അതൊന്നും ചെയ്യുന്ന അക്കെ അവിടെ കുത്തിയിരുന്ന ആകാശത്തെടുത്ത് നോക്കുവോ, പൂക്കള് പറിച്ചുകൊണ്ട് പോവുകയും ചെയ്താൽ എനിക്കിത് ലീഗലൈസ് ചെയ്ത ക്രൈംസ് പറയുന്നതാണ് തോന്നുന്നത്. ലീഗലൈസ് ചെയ്താൽ ക്രൈം എന്ന് പറയുന്നത് കഞ്ചാവ് കടത്തി എന്നുള്ള ക്രൈം എന്ന് പറയും, കഞ്ചാവ് അടിച്ചെന്ന് പറഞ്ഞുള്ള ക്രൈം എന്ന് പറയും, അല്ലാതെ വേറെ ക്രൈം ഒന്നും പറയാൻ പോകുന്നില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ലീഗലൈസ് ചെയ്ത കൺട്രോൾ കുറച്ച് കിട്ടുമെന്നാണ്. ഗവൺമെന്റിൽ ഇരിക്കും കൂടുതൽ കച്ചവടം, ഗവൺമെന്റിലാവാം, നല്ല സാധനം കൊടുക്കാനും പറ്റത്തുള്ളൂ. ഇത് ഇല്ലീഗലാക്കി കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. ഇങ്ങനെ ഇല്ലീഗലാക്കി വന്നു കഴിഞ്ഞാൽ ഒഴിവാക്കുക, അല്ലെ കൊണ്ട് കുറ്റവാളിയാണെന്ന് പറഞ്ഞ് അടിച്ചിടുക. അത് ഭയങ്കര സിമ്പിൾ ആയി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെന്തിനാ ഗവൺമെന്റ്? മനസ്സിലായോ? ഇതിനൊന്നും ഗവൺമെന്റ് ആവശ്യമില്ല. നിന്റെ ഒരു നീയെന്ന് പറഞ്ഞ മനുഷ്യന് കഞ്ചാവ് അടിച്ചുകൊണ്ട് നിന്റെ കല്ലിൽ മൊത്തം നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഒരു ഗവൺമെന്റ് ഇരിക്കുന്നില്ല. ഗവൺമെന്റ് നിന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ല നോക്കുന്നത്. നിനക്ക് എന്തോ നിനക്ക് ആയിക്കോട്ടെ, നിനക്ക് എന്തെങ്കിലും അസുഖം, ഇതിന് മോശമാണ് ക്യാൻസർ രോഗമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖം അറിയിക്കും. അവർക്ക് പ്രോപ്പർ കെയർ കിട്ടുന്ന പോലെ തന്നെ ഉള്ളവർക്ക് കഞ്ചാവ് അടിച്ചതിന് പ്രശ്നമായത്, അല്ലെങ്കിൽ മെന്റലി എന്തെങ്കിലും പ്രശ്നമുള്ള ഒരാൾ കഞ്ചാവ് അടിച്ചതിന് വേറെ എന്തെങ്കിലും പ്രശ്നം എന്ത് വേണമെങ്കിൽ മെന്റൽ ഇൻട്രസ്റ്റും ഇതുമായിട്ട് നല്ല കണക്കില്ല. കുഴപ്പമുള്ളവർ കൂടുതലടിക്കും, അവർ ചിലപ്പോൾ അടിക്കടിച്ച് പോയെന്നില്ല. അത് മനസ്സിലാക്കണം. ഈ കുഴപ്പമുള്ള നേരത്തെ കണ്ടുപിടിക്കണം. അത് സ്കൂളിലും വീട്ടിൽ നിന്നൊക്കെ അറിയാൻ പറ്റും. പക്ഷെ ഇവര് അറിയാത്തവരും ഇരിക്കുക. ഇവിടെ കൂടുതൽ പേരും ഈ ചെക്കൻ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതിനെ ചികിത്സിക്കാൻ നോക്കത്തില്ല, അതിനെ വേണ്ട കെയർ കൊടുക്കത്തില്ല, അതിനെ അഴിച്ചു വിടുക. അവൻ തോന്നി പോലെ അവൻ മോശക്കാരൻ, അവനേക്കാൾ മോശം എന്നൊക്കെ പറയുന്ന ഒരുത്തന്മാരില്ലേ, അവന്മാരെ പോലുള്ളവരാണ് പഴയ ജനറേഷൻ ഉള്ളവർ. അവർക്ക് അറിയത്തില്ല. അവരെന്ത് ചെയ്യും? ഇതങ്ങനെ പോയി ലാസ്റ്റ് ഏറ്റവും അവസാനം എത്തുന്ന സ്ഥലമായി കഞ്ചാവോ അല്ലെങ്കിൽ ഡ്രഗ്സോ മദ്യമോ എന്താണ് അത് ലാസ്റ്റ് ആകട്ടോ, അല്ല തുടക്കമാണല്ല. നമ്മളിപ്പോഴും ഇവിടെ നിന്നാ തുടങ്ങിയെന്നാ വിചാരിക്കുന്നത്. അതായത് ഒരാൾ ഉപയോഗിച്ചപ്പോഴാണ് അതിന്റെ പ്രശ്നം ഉണ്ടായത്. അയാളുടെ പ്രശ്നം കാരണമാണ് ഉപയോഗിച്ചത്. അയാളുടെ വീട്ടിൽ എന്തോ കാര്യമായ പ്രശ്നങ്ങളൊക്കെ കാണിച്ചതിനെ തടഞ്ഞതോ അല്ലെങ്കിൽ ഇയാൾക്ക് മെന്റലി ഡിസോർഡറോ എന്തെങ്കിലും കംപ്ലൈന്റ്സോ ഉള്ള ഒരാളായിരിക്കും. അയാൾ വന്നിട്ട് ഏറ്റവും അവസാനം എത്തിയപ്പോൾ തന്നെ ഇവിടെ എത്തിയപ്പോൾ ആൾക്കാർ അറിയുന്നതാണ്. ഇത് ഭയങ്കര മോശമായിട്ടല്ലേ വെച്ചേക്കുന്നത്. അതേസമയം ഇവൻ സ്കൂളിൽ കിടന്ന് കല്ലുണ്ടാക്കിയതോ ഇതിനു മുമ്പ് കാണിച്ചു കൂട്ടിയതോ ഒന്നും വലിയ മോശമായിട്ടാണ്. കുട്ടികൾ അങ്ങനെയാ കുസൃതിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് അതല്ല സംഭവിച്ചിട്ടിരിക്കുന്നത്. ആ കുസൃതിക്കാരെല്ലാം അതിനകത്ത് 90% കുസൃതിക്കാരൻ കഞ്ചാവടിച്ച് കള്ളടിച്ച് അവിടെ നടന്നുണ്ടാവും. പിന്നീട് കാണുന്ന സ്റ്റേജ് അത് അവൻ കുറച്ചുകൂടെ മെച്ചൂർ ആയി കഴിയുമ്പോൾ അടുത്ത പണിയാണ് കാണിക്കുന്നത്. ഇപ്പൊ ഞാനൊക്കെ ചെറുപ്പം തൊട്ടേ കുഴപ്പക്കാരാണ്. എനിക്കറിയാവുന്ന മുഴുവൻ കൂട്ടുകാരും ബാക്ക് ബെഞ്ചേഴ്സും അല്ലാത്തതെല്ലാം കുഴപ്പക്കാരായ ആൾക്കാർ ഇങ്ങനെ നടന്നിങ്ങനെ ഇവിടെ വരുമ്പോൾ അവരെ ഇത് കിട്ടും. അവർക്ക് എടുക്കാൻ ധൈര്യമുണ്ട്. മറ്റേ പിള്ളേർക്ക് ധൈര്യം ഇല്ല. അവർ ഇതുമായിട്ടൊന്നും ബന്ധപ്പെടാതെ പേടിച്ചിട്ട് തന്നെ ഇരിക്കുന്ന അവർക്ക് ആവശ്യമില്ലെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതാ ഇങ്ങനത്തെ ടീം അങ്ങനല്ല. നേരെ ചെന്ന് ആദ്യം പിടിക്കുന്ന എന്തായാലും പിന്നെ സിനിമ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അതിന്റെ ത്രില്ല് വേറെ. പിന്നെ ഇത് ഭയങ്കര മോശപ്പെടുന്നതാണ്. ഏറ്റവും എന്തോ പ്രശ്നം പിടിച്ച സ്ഥലമാണ് നമ്മൾ ചെല്ലാണ് ടെൻഡൻസി കൂടുതലായിരിക്കും. നമുക്ക് യൂണിവേഴ്സിറ്റി കൂടുതലായി ഇതുപോലത്തെ സ്ഥലങ്ങളുണ്ട്.
മനസ്സിലായി, ഇത് പ്രശ്നമാണെന്ന് തോന്നുന്നത്. പിന്നെ നമ്മൾ കണ്ടേക്കുന്ന മിക്ക റോക്ക് സ്റ്റാർസും അല്ലെങ്കിൽ ഭയങ്കര ഫിലിം സ്റ്റാർസ് ഒക്കെ അടിച്ച് മരിച്ചു വരിക. എനിക്ക് മറ്റേ ബോസിനെ ഭയങ്കര താല്പര്യമാണ്. പിന്നെ ലാസ്റ്റ് തന്നെ ഫാമിലി ഭയങ്കര നമ്മളിത് കാണുമോ, ഇത് വാർത്തകളല്ലേ ഇതെല്ലാം കൂടെ കേട്ടിട്ട് മറ്റു അടിച്ചപ്പോ ഇങ്ങനായി, വേറെ ഇങ്ങനായി, ഇതൊക്കെയാ കേൾക്കുന്നത്. പിന്നെ അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സുഖം, ഇതെന്നാ അടിച്ചാൽ ഇത് കിട്ടുകയും ചെയ്യും. നമ്മളിതിൽ പറഞ്ഞെല്ലാം തെറ്റാന്ന് തോന്നുന്നത്. കാരണം എന്നാ, അടിച്ചപ്പോ ഭയങ്കര രസമാണ്, ഭയങ്കര ചിരിയും സന്തോഷമൊക്കെ ആയിട്ട് കുറേ നാൾ തള്ളി പോകും. കുറച്ചാളുകൾ പിന്നെ ഇത് ഇല്ലാണ്ടാവുന്ന അവസ്ഥയിൽ ചിലർക്ക് ഗ്രാഫ് പിടിക്കാറുണ്ട്. അത് ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും. ഈ ഉപയോഗിക്കുന്ന സമയത്ത് കൂട്ടുകാരെ ശ്രദ്ധിച്ച് അറിയാൻ പറ്റും. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ എപ്പോഴും ഒരു എന്തടിച്ചാലും കൂടുതലടിക്കുന്നതൊക്കെ എന്നാണ്. അങ്ങനെ അവന് വീട്ടുകാരെ അറിയിക്കണം, അവന്റെ വീട്ടുകാർക്ക് മനസ്സിലാണ്. അതുപോലെ തന്നെ അവനെ ആശുപത്രിയിൽ എത്തിക്കണം. ഈ ടെൻഡൻസി കാണിക്കുമ്പോൾ തന്നെ അതാ ഉത്തരവാദിത്വം, അതറിയണോ ഞാൻ പറയുന്നത്. ഇപ്പൊ അടിക്കുന്നത് അത്ര വലിയ കുഴപ്പമില്ല. അടിക്കുന്നവൻ ഒരിക്കലും സേഫ് ആണെന്ന് മറ്റവനെ കൂടെ ശ്രദ്ധിക്കണം. അവന് കൂടുതലടിക്കുന്നവനെ ഇവനത്തെ പ്രശ്നമുള്ളത് ഇവനെ അടിക്കാൻ നിരുത്സാഹപ്പെടുത്തണം. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കണം. പോലെ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും വേണം. കാരണം ഇവനാണ് ടെൻഡൻസി ഉള്ളത്. അവൻ കാരണം ചിലപ്പോൾ ബാക്കിയുള്ളവരുടെ പേര് ഉണ്ടായിരുന്നു ശ്രദ്ധിച്ചില്ലെങ്കിൽ അങ്ങനെയുള്ള കമ്പനി പിടിക്കരുത്. അയാളെ പിന്നെ നമ്മളോട് കൂട്ടരുത്. ഞാൻ അത്ര ചെയ്തോളൂ. എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ആരും കമ്പനി അടിക്കരുത്. എന്തെങ്കിലും ഈ വക കാര്യങ്ങൾ ഇപ്പൊ കള്ളടിച്ച് ഓവറായിട്ട് ആരം ഉണ്ടാക്കുക, ഈ 26 ഞാൻ നിർത്തി. അത് എനിക്കാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ സിസ്റ്റം വെച്ചിട്ട് ഞാൻ ആശുപത്രിയിൽ പറയാൻ പറ്റും, പോലീസിനോട് പറയാൻ പറ്റുമോ? പറഞ്ഞു കഴിഞ്ഞാൽ അവന് വേറെ കേസായി വേറെ കൊണ്ടുപോകത്തേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് മാതൃക ബാക്കി എന്തിനും കാണില്ല. ഇത് ആരോടും പറയാൻ കൊള്ളത്തില്ല. ഒരുത്തം കൂടുതൽ അടിക്കുന്നുണ്ടെന്ന് ഞാൻ അറിയുക. അപ്പൊ ഞാൻ ഇവരോട് സംസാരിക്കും, എന്താ പ്രശ്നം, നീ ഇങ്ങനെ അടിക്കുന്നുണ്ട്, എങ്ങനെ അടിക്കണമെന്ന് പറയാം. അങ്ങനെ ആൾക്കാരെ എനിക്കറിയാം, പരിചയത്തിലുണ്ട്, ചെറുപ്പക്കാരെ കണ്ടിട്ടുണ്ട്. അവരോട് പറയുകയല്ലാതെ ഞാൻ വേറെ പറഞ്ഞാൽ അവന് വലിയ പ്രശ്നം, അവന്റെ പരിപാടി തീർക്കും. അതിനും പേര് അടിച്ച് മരിച്ചാൽ പോലും കുഴപ്പമില്ല. മനസ്സിലായി, അവൻ അടിക്കുന്ന അറിയാതെ അവൻ ഒരു ദിവസം മരിച്ചു പോയാൽ പോലും ഇവിടെ പ്രശ്നമല്ല. ഇവൻ അടിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയം അത് പറയാൻ കുടുംബത്തിന് നാണക്കേടാണ്, എല്ലാം നാണക്കേടായിട്ട്. അങ്ങനെ പറയാനൊരു സ്ഥലമില്ലേ. നമ്മൾ എടുത്തെന്ന് പറയും. ഈ ആരോഗ്യ സുരക്ഷാ വകുപ്പ് എന്ന് പറഞ്ഞാൽ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞ ഇഷ്യൂ ഇതുവരെ എടുത്തിട്ടില്ല. അവരുടെയൊക്കെ കുഴപ്പമായി കാണുന്നത്. അല്ലാതെ ഇവിടെ ഉള്ള കഞ്ചാവ് അടിച്ചു പറഞ്ഞതിന്റെ കുഴപ്പം, അല്ലെങ്കിൽ കഞ്ചാവ് വിൽക്കാൻ നടക്കുന്ന ഏതോ പാവപ്പെട്ട 10,000 എടുക്കാൻ കഞ്ചാവ് വിൽക്കാൻ നടക്കുന്ന പാവപ്പെട്ടവരൊക്കെ പിടിച്ചിട്ട് പോലീസുകാരെ ജീപ്പിന്റെ മുന്നിൽ കഞ്ചാവ് നിരത്തി വെച്ചിട്ട് ഫോട്ടോ ഒക്കെ ഭയങ്കര. അതൊന്നും അല്ല ഇതിനോട് എഗൻസ്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ വരെ എത്തിയിട്ട് എന്റെ വീട്ടിൽ കയറി കഞ്ചാവ് എന്നെ തപ്പിയൊന്നുമില്ല. എന്റെ വീട്ടിൽ നോക്കാൻ നോക്കാം, അത് അവരുടെ പരാജയം. എന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അത് പിന്നെയും പരാജയം കൂടെ ഒരുപാടൊന്ന് സ്ഥിരീകരിക്കരുത് പോലീസുകാർ. ഞങ്ങൾ ഇത്രയ്ക്കും പരാജയപ്പെട്ടവരാണ്, ഞങ്ങൾക്ക് അത്രയ്ക്കും കഴിവില്ലാത്തവരാണ്, ഞങ്ങൾ ഒന്നിനും കൊള്ളത്തില്ല, ഞങ്ങൾ പൊട്ടന്മാരാണ്, ഞങ്ങൾ മണ്ടന്മാരാണ്, ഞങ്ങൾക്ക് കണ്ണ് കാണില്ല, ചെവി കേൾക്കരുതെന്ന് പറയാത്തൊരവസ്ഥ അവര് ഒരാളെ വീട്ടിൽ കയറി തപ്പുന്നത്. മനസ്സിലായി. ഇപ്പൊ എന്നെ പറ്റി എല്ലാം പിന്നെ അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ഡ്രഗ്സിൽ നടത്തുവോ അല്ല ഇത് അടിച്ചു വരുന്നത് എന്തിനും കാണിക്കുമോ, ആൾപ്പാടെ വീഡിയോ ഇടുന്നത് കാണിയും കൂടി ഇടണോ, അല്ലാതെ ഒരു പ്രശ്നം ഇന്നുവരെ ഇല്ല. പിന്നെ ഇതിനായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അതിന്റെ പേരിൽ ഇന്നുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല, ഒന്നുമില്ല, ഒരു കേസും ഇല്ല. ഞാൻ ഈ സംസാരിച്ചതിന്റെ പേരിൽ മാത്രമേ ഉള്ളൂ. അതും കാര്യമില്ലെന്ന് നമുക്കറിയാം. ഈ പറയുന്ന ഒരു കാര്യമില്ല. കുറെ കള്ള കേസ് അവരെ കൊണ്ട് പറ്റുന്നോണ്ട് ഉണ്ടാക്കിയെടുത്ത് ഇൻഫ്ലുവൻസായിട്ടുള്ള ആൾക്കാർക്ക് കേസ് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മളെ പോലും കേസ് ഇട്ട് തരാൻ പറ്റും. അതേ നടന്നിട്ടുള്ളൂ. ഇതിലും വലിയ മോശപ്പെട്ട സംഭവം നടന്നത് ഞാൻ കൊടുത്ത കേസിനൊന്നും വലിയ വിലയില്ല. തോക്കും കൊണ്ട് എടുത്ത വീട്ടിൽ വന്നപ്പോൾ വിലയില്ല. ആയിരുന്നു ഞാൻ വീഡിയോ പറഞ്ഞപ്പോൾ അതിന് ഭയങ്കര സംഭവം നടന്നു. ഞാൻ ഇന്ന് കണ്ടാ ആർക്കും മനസ്സിലാവാതെ ഇമാരെന്താ ചെയ്യുന്നത്. അത് എന്റെ വീഡിയോ തപ്പുക എന്തിന്? ഞാൻ അടിയും വലിയൊന്നും ഇല്ലാത്ത ഒരാളാണ്. എന്നെ വന്ന് ഇത്ര തപ്പേണ്ട കാര്യത്തിൽ ഞാൻ പറയുന്നത് ഇനിയും വരരുത്, നിങ്ങൾ നാണക്കേടായിരിക്കും. ഇതൊന്നും കിട്ടത്തില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ ഇങ്ങനെ വരുന്ന കാണുമ്പോൾ എനിക്ക് നിങ്ങളുടെ പരാജയം തോന്നുന്നത്. എന്റെ ഈ വാദത്തെ വെച്ചിങ്ങനെ പിടിക്കും കൊണ്ടുവരുമ്പോൾ. അല്ലാതെ ഇതും അവിടെ നിന്നുകൊണ്ട് വന്ന സാധനമാണ്. ഇത് എവിടെ കൃഷി ചെയ്തെന്ന് നോക്കി ആന്ധ്രയിലൊക്കെ ആയിരിക്കും. ആന്ധ്രയിൽ കേരളത്തിന്റെ ബോർഡർ കിടന്ന് ഇവിടെ വന്നു ലാസ്റ്റ് എന്റെ പരക്കാത്തത് കഴിഞ്ഞപ്പോ തപ്പാൻ വന്നവന് എന്തൊരു പൊട്ടനായിരിക്കും. ഇവിടെ അവിടെ തോന്നില്ല അല്ലേ? രാവിലെ ജനിച്ചാണോ തോന്നിപ്പോകുന്നത്. മനസ്സിലായോ? ആ സ്ഥലത്ത് പോകുന്നത് ഇവിടെ വരുന്നത്. അതായത് അവർ ഉണ്ടാക്കിയ സ്ഥലത്ത് വരാതെ ഈ ഏറ്റവും അറ്റത്ത് കിടക്കുന്ന ആളുടെ വാലിലേക്ക് പിടിക്കാൻ നോക്കണം, തലയ്ക്ക് പിടിക്കാതെ. തലേ മാലൊന്നും പിടിക്കണ്ട. തനിക്ക് ഈ വഴിയിൽ ഇപ്പന്മാരുണ്ട് ഹെൽമെറ്റ് മാത്രമേ നോക്കത്തുള്ളൂ. അല്ലെ ഇത്രയും ക്യാമറ ഇത്രയും എന്തൊക്കെയാ കിടക്കുന്നത്, ഇന്റലിജൻസ് എല്ലാം കഴിഞ്ഞപ്പോ അവർ അടിക്കാൻ നിൽക്കുന്നത് പിടിക്കാൻ പറ്റും. അടിക്കുന്നതിനെ പിടിക്കുകയല്ലേ ചെയ്യുന്നത്. അഥവാ പിടിച്ചാലും കേസ് അങ്ങനത്തെ സ്ഥലത്തോട്ടല്ല കൊണ്ടുപോകണ്ട. അവർക്ക് അതിന് റിഹാബ് നടക്കുന്നുണ്ട് ഇല്ല. അവിടെ ചെന്നു വലിയ അടിച്ച് വിട്ടു. അവൻ അടുത്ത പ്രാവശ്യം വീണ്ടും അറിയാം എവിടെ ഉണ്ടെന്ന്. അവനെ തന്നെ കണ്ണു നിന്ന് പിടിച്ചിട്ട് വീണ്ടും ഒരു കേസ് ഇടാം. ഇത് തന്നെ നടക്കുന്നത്. ഒരു കച്ചവടക്കാരനല്ല, ഒരു കച്ചവടക്കാരൻ ഒരു പാവപ്പെട്ടവനെ പിടിച്ചത് പാവം പറയുന്നത് എന്താ ഇനി എന്ത് ചെയ്യുന്നു. പാവപ്പെട്ടവനാടെ അവനൊക്കെയാണോ കഞ്ചാവ് അല്ല അവനാണ് കടത്തുന്നത്. ഈ ലാസ്റ്റ് റൗണ്ടിൽ നിന്ന് ഒരു 1000 പേരെ എല്ലാവരും പിടിച്ചെന്ന് വിചാരിക്കുക. അവിടെ നിന്ന് കാശ് പോയി, പാവപ്പെട്ടവന്റെ കാശ് പോയി. അത് അപ്പുറത്തെ ലേവൽ എത്തി, ഹോൾസെയിൽ ഡീലറെ കിട്ടി. ആ ഹോൾസെയിൽ ഡീലറെ പിടിക്കാൻ പറ്റുന്നില്ല, പോട്ടെ. ഇനി അവനെ പിടിച്ചാൽ
അവനെ പിടിക്കുമ്പോ അവന്റെ കയ്യിലുണ്ടെങ്കിലല്ലേ പിടിക്കുന്നേ. ആ സെയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ ഇതിന് മുകളിലുള്ളതല്ലേ ലാഭം. അയാൾക്ക് ഒരിക്കലും പണനഷ്ടം പോലും വരുന്നില്ല. പണനഷ്ടമില്ല, മാനനഷ്ടമില്ല, ഒന്നുമില്ല. അയാള് സേഫ് ആയിട്ട് കച്ചവടം ചെയ്തോണ്ടേയിരിക്കും. അയാൾക്ക് ഒരു നഷ്ടമില്ല. കാരണം ഏറ്റവും അറ്റത്തുള്ളവരെ നഷ്ടമുള്ളൂ. അവന്റെ കാശാ പോയത്, അവന്റെ മാനാ പോയത്. മനസ്സിലായോ? അവന്റെ ജീവിതം തകർക്കും ഈ കോപ്പ് വീഡിയോ എടുത്തിട്ടുണ്ട്. ഇത്ര നാണകെട്ട പരിപാടി വേറെ ഒരു രാജ്യത്തും കാണിക്കത്തില്ല. എന്നെ നോക്കി എവിടെയൊക്കെ ഉണ്ട് വലിയ പുള്ളികളെ പിടിക്കും. നിനക്ക് എസ്കോബാറിനെ വെച്ചിട്ടുണ്ട്. എസ്കോബാറിനെ പിടിക്കാൻ പൈസ കൊടുക്കുന്നത്. അല്ലാതെ അവിടെയൊക്കെ ലോക്കലി വല്ലവരും ഇങ്ങനെ വെള്ളമുണ്ട് പിടിക്കാറ്റില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഇതായിരിക്കും കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അവർ ബോർഡറിലൊക്കെ ആയിരിക്കും സെക്യൂരിറ്റി കൂടുതൽ. പഴയ ഒരു കഥയുണ്ട്, മെക്സിക്കൻ ബോർഡർ അമേരിക്കൻ ബോർഡർ തമ്മിൽ ഈ ഡ്രഗ്സ് കടത്തുന്നതിനെ പറ്റി കളിയാക്കും ആൾക്കാർ. ഇവർ എപ്പോഴും കടന്നു വരുന്നുണ്ട്. ഇത് എത്ര വിചാരിച്ചിട്ട് ഈ വാർ അഗൈൻസ്റ്റ് ഡ്രഗ്സ് പൂർത്തിയാണ്. ഇതിന് കളിയാക്കി കോമഡി ഒരു കഥയുണ്ട്. അതായത് ഇവിടെ നിന്ന് എന്തോ മെക്സിക്കൻ ബോർഡറിൽ അമേരിക്കയിലുള്ള ഭയങ്കര ചെക്കിങ്ങാണ്. അപ്പൊ ഈ ചെക്കിങ്ങിനെ കളയുന്നില്ല കേട്ടോ. ഒരാൾ സൈക്കിൾ ഓടിക്കൊണ്ട് പോകുന്നു, കുറെ സഞ്ചിയെ കാണും, ഇയാൾ പോകുന്നു, ഭയങ്കര ചെക്കിങ്. ഈ ഇതെല്ലാം അഴിച്ച് പറിച്ചത് നോക്കുമ്പോൾ ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, പൊക്കൊണ്ടേയിരിക്കുക. പിന്നെ കുറെ പ്രാവശ്യം കൂടി കഴിഞ്ഞാണ് മനസ്സിലാകുന്നത് ഇയാൾ സൈക്കിൾ ഓടിക്കുന്ന ആളാണ്. ഇയാൾ സൈക്കിളും കൊണ്ടാണ് പോകുന്നത്. അവരെ ബാഗേജ് മൊത്തം ചെക്ക് ചെയ്യും. എല്ലാം അഞ്ചാം ഇപ്പം കട്ടോണ്ട് പോകുന്നത് സൈക്കിളാണ്. മനസ്സിലായി? അതാണ് ഇവരുടെ ചെക്കിങ്ങും ഈ സാധനമുള്ള പ്രശ്നങ്ങൾ. ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൽ ചെക്ക് ചെയ്യേണ്ട സാധനം ആയിരിക്കും ചെക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർ വേണ്ട രീതിയിൽ അല്ല ചെയ്യുന്നത്, പറ്റിക്കുന്നേ. മനസ്സിലായി? അല്ല ഈ ബോർഡർ കിടന്ന് എപ്പോഴും പൊക്കോണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ ഇപ്പോഴേ ബോർഡർ കടക്കണ്ട, അവിടെ തന്നെ ഇപ്പൊ ഉണ്ടാക്കാം. ഈ കെമിക്കൽ സാധനമുണ്ട്, എന്തെങ്കിലും കുറച്ച് സാധനം പിള്ളേർ വിചാരിച്ച് ഉണ്ടാക്കാൻ പറ്റും. കെമിക്കൽ വിചാരിച്ച വീട്ടിൽ ഉണ്ടാക്കാം ഈ സാധനം. വേണ്ട സാധനങ്ങൾ കെമിക്കൽ കോമ്പോസിഷൻ എന്തൊക്കെ വേണോ അതിന്റെ കൂടെ ഉപ്പും മുളകും കൂടെ ഇട്ടിട്ട് കുക്കായി ഈ കുക്ക് ചെയ്ത് എടുക്കുന്ന സാധനം ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ ലോക്കൽ കുക്ക് വരെയാണ്. എവിടെയല്ലേ ലാബ് ഉണ്ടെന്ന് പറയാൻ പറ്റും. ഇഷ്ടം പോലെ അവർ പ്രൊഡ്യൂസ് ചെയ്ത് തള്ളിക്കൊണ്ടേയിരിക്കുക. പിന്നെ പുറത്തുനിന്ന് ഇമ്പോർട്ടഡ് സാധനങ്ങൾ വരുന്നു. ഇതൊക്കെ ഇതുവഴി വരുന്ന ഇത്രയും എത്തിക്കഴിഞ്ഞിട്ട് അവസാനം നിൽക്കുന്ന വേടന്റെ കയ്യിൽ നിങ്ങൾ ഇത് കിട്ടിയപ്പോ പുലിതമുണ്ട്, വേടനുണ്ട്, കാടുണ്ട്, കുത്തുന്നുണ്ട്. അതിനെ ഇവർക്ക് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി കുറെ ചെയ്യും. അതായത് സെലിബ്രിറ്റീസ് ആരെങ്കിലും ആണ് ഇതിനകത്ത് പെടുന്നതെങ്കിൽ അവര് സൂപ്പറായിട്ട് ഇതൊന്നും പബ്ലിഷ് ചെയ്ത് പത്രത്തെ വാർത്തയൊക്കെ ഇട്ട് വീഡിയോ ഒക്കെ നിറഞ്ഞു നിന്ന് എന്തൊക്കെയോ ആക്കാൻ വേണ്ടി പോലീസുകാർക്ക് അങ്ങനെ ഒരു ടാർഗറ്റ് ഉണ്ടോ എന്ന് സംശയമുണ്ട്. വേറൊരു ടാർഗറ്റ് അല്ല. ഇത് ഇത്രയും പേര് പിടിക്കണം അതിലാണ്. അപ്പൊ അങ്ങനെ മാത്രമല്ല വേറൊരു കാര്യമുണ്ട്. ഈ നാട്ടിൽ എങ്ങനെ നിർത്താൻ പറ്റും മറ്റൊരു 140 കോടി ജനം. അതിനകത്ത് എത്ര കോടി ജനങ്ങൾക്ക് ജോലിയുണ്ട്, എത്ര കോടി പട്ടിണി കിടക്കുക. ഈ പട്ടിണി കിടക്കുന്നതിനോട് എന്തെങ്കിലും ജീവിക്കാതെ നോക്കത്തുള്ളൂ. അവനൊരു ഡ്രഗ് മാഫിയ ഓട് അവിടെ തന്നെ ഇരിക്കുക. മെയിൻ കൃഷിക്കാരൻ അവിടെ ഇരിക്കുന്നുണ്ട്. ആ കൃഷിക്കാരൻ നാട്ടിൽ പറഞ്ഞ എന്തെങ്കിലും ആൾ പോയിക്കൊണ്ടേയിരിക്കും. ഈ ജയിലിന് അറിയാം എവിടെ കിട്ടാന്. ജയിലിനകത്ത് സ്ഥലമുണ്ട്, അത്രയും ജയിലുണ്ട്. ഇതിങ്ങനെ ഒരു സർക്കിളാണ്. ഇങ്ങനെ സൈക്കിൾ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ കുച്ചയും പോലെ ഒരുത്തൻ കയറി അതിന്റെ പുറകെ ഇവനറിയാം. ഇവർക്കറിയാം ഇവർ തന്നെ ഇറങ്ങി വരുന്നത്. ഇവർക്ക് തന്നെ ഒരു സിസ്റ്റം ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കയറ്റി ഇറക്കാൻ ഒരു ഇന്റർവ്യൂ വെച്ചിട്ടൊക്കെ ആയിരിക്കും ആൾക്കാർ ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുക്കുക കൂടുതൽ ഒറ്റുന്ന കൂടുതൽ എടുക്കുന്നത്. അല്ലാതെ പോലീസുകാർ ചെന്ന് പിടിക്കുന്ന വളരെ കുറവാണ്. പെട്ടെന്ന് മനസ്സിലാക്കുക. ഇത് ഇട്ട് കൊടുക്കും ചതി. ഇതിനിടയിൽ ഇവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ കച്ചവടക്കാർ തമ്മിലുള്ള വിഷയങ്ങൾ. അപ്പൊ അവൻ ഭാരം എടുക്കും. ഇങ്ങനെയൊക്കെ കൂടുതലും പിടിച്ചേക്കും. അപ്പൊ ഇവന്മാരെ പറയാം ഇവരൊന്നും ഓർഗനൈസ്ഡ് ആയ ഇവർക്ക് ഈ ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഗവൺമെന്റ് ഫെസിലിറ്റിക്കകത്ത് ചെക്ക് ചെയ്ത് പിടിക്കാനുള്ള സാധനങ്ങളില്ല. അല്ലെങ്കിൽ വരുന്ന വഴി കണ്ടുപിടിക്കാനേ വരുന്നില്ല. കാരണം അത് എവിഡന്റ്. കാരണം അത്രയായി കൊല്ലം എത്രയായി. ഞാൻ എന്റെ അറിവ് വെച്ച കാലം മറ്റും കേട്ടിരുന്നത് പോലീസുകാരെ ഭയങ്കര പിടിച്ചത് എല്ലായിടത്തും കഞ്ചാവ് എല്ലായിടത്തും MDMA കൊണ്ടങ്ങ് നിറഞ്ഞാണ് പോലീസ് സ്റ്റേഷൻ. മനസ്സിലായോ? ഇതുകൊണ്ടൊന്നും പിടിയോട് പിടിക്കും. എവിടെ പിടിക്കുക. അതിന് എങ്ങനെ ഇത്ര പിടിക്കുന്നത്? എവിടെ പിടിച്ചെന്ന് വെച്ച് പറയാം ഈ പാവപ്പെട്ടവന്മാരുടെ നാണമുണ്ടോ? ഈ പാവപ്പെട്ടവരെ പിടിക്കാൻ ഇതിന് ഞാൻ പിടിക്കാതെ ഇവര്. അതിന് വലിയ വേഷമോ ശമ്പളമോ എനിക്ക് തരണ്ട. ഞാൻ 4 പേര് ഞാൻ പിടിച്ചു തരാം അടിക്കാതെ. അവരെ പിടിച്ചോണ്ട് പോയിട്ട് എവിടെ കൊണ്ട് നിർത്തിയിരുന്ന വ്യക്തി അടിച്ചു പൊക്കോന്ന് പറയാൻ ഇതിനാണോ ഇന്നാ പിടിക്കുന്നത്? എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കും. നാണക്കേടായി പാവങ്ങളെ പിടിക്കുന്നത്. എന്ത് കേസ് അതിന് കൊള്ള. ഇതിന് കാശ് പോയാലും ഇവന്റെ കാശ് എങ്ങോട്ട് പോയി? ആ പൈസ ഫോളോ ചെയ്യും. അതായത് വന്ന ട്രാക്ക് വേറെ നിങ്ങൾ ഫോളോ ചെയ്യണ്ട. അങ്ങനെയാണെങ്കിൽ മനസ്സിലാകുന്നുണ്ടോ? നീ കാശ് പോയത് എടുക്കാൻ നോക്കും. നീ കഞ്ചാവ് വന്ന വഴി അറിയാം. കാശ് പോയ വഴിക്ക് ഒന്ന് പോകാമോ? എവിടെ കാശ് എത്തിയത്? അതെന്താ പറ്റാത്ത? അത് ബ്ലാക്ക് അല്ല പോകുന്നത്, അല്ലാതെ അത് വൈറ്റ് മണിയാണ്. അവൻ അതും അറിയത്തില്ല. എവിടെ ഭയങ്കര ബ്ലാക്ക് മണി പരിപാടി നടത്തുക, കൊള്ളപ്പണം എല്ലാം എടുത്ത് പോലീസിനൊക്കെ പറയും. എന്നാ ഇതെന്തോ പോകുന്നത്? ഇത് ഇല്ലീഗലായിട്ട് ഡ്രഗ്സ് മേടിക്കുന്ന പൈസ കൊടുത്തിട്ടാണ്. ആ പൈസ എവിടെ നിന്ന് വരുന്നത്? അത് വൈറ്റ് മണി അവസാനത്തെ കാര്യം നമ്മൾ പർച്ചേസ് ചെയ്യുന്നിടത്തൊന്നും മാത്രമല്ല. ഇതിനിടയിൽ ഇത് ബ്ലാക്ക് ആയിട്ടൊക്കെ പോകുന്നത്. അവൻ എവിടെ കൊണ്ട് ചെലവാക്കുന്നത്? ഇവൻ എന്ത് കച്ചവടം ചെയ്യുന്നുണ്ടാക്കിയ പൈസ അത് ബ്ലാക്ക് അല്ല. ശരിക്കും അടക്കിപ്പെടാത്ത പൈസ ഇരിക്കുന്നുണ്ട്. അവൻ അത് വെച്ചിട്ട് പിന്നെ കൃഷി ചെയ്ത് അതിൽ കൂടുതലാണ് വീണ്ടും ഇറക്കിക്കൊണ്ടിരിക്കുക. ഇല്ലീഗൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇങ്ങോട്ടാണ് മണി ചെയ്യുന്നത്. അതെന്തോ ഇവന് കൈക്കൂലെല്ലാം കൊണ്ട് കൊടുക്കും. അവിടെ മണ്ണ ഇരിക്കുന്നതിന് കിട്ടുന്ന പൈസ തന്നെ ഭയങ്കര ഹെവി ലോഡ് പൈസ കെട്ട് കണ്ടിട്ട് ഇറങ്ങി കഴിയുമ്പോൾ
അവര് കെട്ടിങ്ങില്ല. അല്ലാതെ അത്ര ഇന്റലിജൻസ് കുറഞ്ഞ ആൾക്കാരാണ് ഇന്ന് മണ്ണൊക്കെ വലിയ വലിയ പൊസിഷൻ ഇരിക്കുന്നവർക്ക് ബുദ്ധിയില്ല. അവരൊക്കെ നമ്മളെ പോലെ സാധാരണക്കാരാണ്. എനിക്ക് ഇത്രയും ചെറിയ സാധാരണക്കാരനായി എനിക്കും അറിയാം അവര് എങ്ങനെ നടക്കുന്നത്. അയക്കറിയത്തില്ലേ ഇത് ആർക്കും നല്ലപോലെ പൈസ കൊടുത്തിട്ട് കല്ലൂർ കൊടുത്തിട്ട് തന്നെയാണ് നടക്കുന്നത്. അല്ല ഇവിടെ സമരം റോഡിൽ ഇറങ്ങിയിട്ട് എന്താ പറയാ ഈ ഇത് ലഹരി വിരുദ്ധ പോസ്റ്റർ എടുത്തിട്ട് ലഹരി മദ്യം വിരുദ്ധ മദ്യം കുടിച്ചിട്ട് അടിച്ചോണ്ടാ പറഞ്ഞു അതിനകത്ത് പങ്കെടുത്തത്. കഴിഞ്ഞ ദിവസം പൊക്കിയതാണ്. അയ്യോ അവന്മാര് അടിച്ചിട്ടായിരിക്കണം വരുന്നത്. പണ്ട് മദ്യവിരുദ്ധ റാലിക്ക് പോകുന്നവരൊക്കെ അടിച്ചിട്ടാ വരുന്നത്. അടിച്ചൊന്ന് സെറ്റ് ആവും, പുറത്തിറങ്ങി നടക്കൊക്കെ വേണ്ടത്, എനർജിയൊക്കെ വേണ്ടത്. അടിച്ചിട്ടൊക്കെ ഇറങ്ങുക മദ്യവിരുദ്ധ. ഞാനാണെങ്കിൽ പോകാൻ അടിച്ചു പോയമാർ അറിയില്ല. അടിച്ചു വരുത്തവന്മാരൊക്കെ കൂടെ ഇറങ്ങി അതിന് ഭയങ്കര പരിപാടി. എന്തിനാ ആൾക്കാരെ കാണിക്കാൻ? നമുക്ക് മറ്റേ മാനിന്റെ ആവശ്യമാണ്. മദ്യവിരുദ്ധ റാലിക്ക് പോയ കുഴപ്പമൊന്നുമില്ലെന്നാ വിചാരിക്കുന്നത്. പക്ഷെ ഒരു ദിവസം ഒന്ന് പിടിക്കും അടിക്കുന്നവർ ആരായാലും പിടിക്കപ്പെടും ഒരു ദിവസം. മനസ്സിലായില്ലേ? പിന്നെ എന്നെയാണെങ്കിലും ഞാൻ പണ്ടൊക്കെ ഈ സാധനം ഉപയോഗിച്ചിരുന്നപ്പോ ആർക്കും ഒരു പ്രശ്നമില്ല. അല്ലാതെ സേഫ് ആയിട്ടായിരുന്നു. പക്ഷെ കുറച്ചാണെങ്കിൽ മുടി വളർത്തിയപ്പോഴാണ് മനസ്സിലായത് അന്നൊന്നും ഈ പരിപാടി ഇല്ല. പറഞ്ഞു എനിക്കിത് അങ്ങനെ മാത്രമല്ല ഞാൻ ഉപയോഗിക്കാൻ പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്ത് സാധനമാണെങ്കിലും. നമ്മളിപ്പോ കത്തി കടര വാള് എല്ലാം ഉപയോഗിക്കുന്ന അവസ്ഥകൾ തന്നെ. അതൊക്കെ തന്നെ എന്ത് കുത്തുമ്പോ ചത്തു പോയാൽ അതിന് കത്തിയെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമില്ല. എന്ന് പറഞ്ഞാൽ തന്നെ ഡ്രഗ്സ് വെപ്പൺസ് നമ്മൾ തോക്കൊക്കെ ഇല്ലേ, തോക്കൊക്കെ ഗവൺമെന്റ് ഇപ്പൊ പറയുന്നുണ്ട്. ഇപ്പൊ തോക്ക് എന്തുകൊണ്ട് ഇങ്ങനെ കൺട്രോൾ ആയിട്ട് യൂസ് ചെയ്യുന്നു വേറെ ജീവൻ അപായപ്പെടുത്താൻ സാധ്യതയുള്ളത് സെൽഫ് പ്രൊട്ടക്ഷൻ ഒക്കെ ആയിരിക്കും. എനിക്ക് സെൽഫ് സാറ്റിസ്ഫാക്ഷനും എന്റെ എന്റർടൈൻമെന്റും എന്റെ റിക്രിയേഷനും വേണ്ടിയിട്ടാണ് ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് പറഞ്ഞാലും ഞാൻ അടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ രംഗത്ത് കാണാൻ സാധ്യത ഉള്ളതെന്നാണ് ഈ പ്രശ്നം മൊത്തം. ഇല്ലേ വണ്ടി ഓടിച്ചാൽ ഇരിക്കാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ കൂടുതലുണ്ട് കൊല്ലാൻ സാധ്യതയുണ്ട്, ഇത് അങ്ങനെ നല്ല മനസ്സിലാക്കാൻ പറ്റാത്ത കുഴപ്പങ്ങളുണ്ട് എന്ന് പറയുന്നതാണല്ലോ പ്രശ്നം. എന്ന് പറഞ്ഞാൽ തന്നെ കത്തി ഇത് മറ്റേ പച്ചക്കറി അറിയാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. അതെടുത്തിട്ട് ഇറങ്ങി സ്ഥിരമായിട്ട് കുത്താൻ അത് അവന്റെ കുഴപ്പമില്ല. ഈ കുത്തിക്കൊല്ലുന്ന കട്ടിയെ കുറ്റമാകുന്ന കാര്യമൊന്നുമില്ല. അപ്പൊ അതിനകത്ത് ഈ ഉപയോഗിക്കാൻ അറിയണമെന്ന് പറഞ്ഞാൽ ഇത് ഓരോന്നും അതിനനുസരിച്ച് ഉപയോഗിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് ഒന്നും ഇല്ലാണ്ടാവത്തില്ല. ഇപ്പൊ ഉള്ളതിനേക്കാളും കുറച്ച് പകുതിയാവും. ഞാൻ അത്രയും കൃത്യമായിട്ട് പറയാൻ കാരണം ഞാൻ ഈ രീതിക്ക് പറഞ്ഞ പലർക്കുണ്ട്. ഞാൻ ഇത് അടിക്കരുത് പറയാതെ ഞാൻ എന്തോ പറഞ്ഞത് അടിക്കുകയല്ലേ. അടിക്കുന്ന അത്ര കുഴപ്പമൊന്നുമല്ല, പക്ഷെ അടിക്കുമ്പോൾ സൂക്ഷിച്ചടിക്കണം. നിനക്ക് ഇത് അറിയാവോ? അല്ല ഇങ്ങനെ അടിക്കാൻ അറിയാവോ? നിനക്ക് കൺട്രോൾ ഉണ്ടോ? നിനക്ക് ഇൻട്രോൾ ഉണ്ടോ? ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട്? നീ കുടിക്കുവോ, കഴിക്കുവോ, കുടിക്കുവോ, നനയ്ക്കുവോ, ജോലിക്ക് പോവോ? ഇതൊക്കെ ശരിയല്ലെങ്കിൽ നിന്റെ അറിയാൻ പോക്കാം എന്ന് പറയുമ്പോൾ ചിലത് ആലോചിക്കും എന്ത് അവൻ വിട്ടു നടിക്കാവോ? അങ്ങനെ പറ്റുന്നില്ലേ? അതുകൊണ്ട് നേരെ ചികിത്സെടുക്കാനേ വളർത്തുക. അത് പറ്റുന്ന ഒരാളാണെങ്കിൽ അതിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ കാണുന്ന മിക്ക ആൾക്കാരും ഈ പറഞ്ഞ വലിയ സംഭവം ചെറിയ സംഭവം അടിക്കാൻ എന്തെങ്കിലും ഒന്നും അടിക്കാത്ത ആൾക്കാരുണ്ട്. എന്നിട്ട് എല്ലാവരും പോയി നശിച്ചു പോയെന്ന് പറഞ്ഞാൽ അത് തെറ്റായതാണ്. അത് അങ്ങനെ ചിന്തിക്കുന്നത് മോശം. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊക്കെ വലിയ കാര്യമാണ്. കണ്ണിപ്പൊടിയിടുന്നത് മനസ്സിലായി. എന്നെ അങ്ങോട്ട് കൊണ്ട് ഇങ്ങനെ ഇട്ടാന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയുള്ളവരെ ഇഷ്ടംപോലെ ആൾക്കാർ ലോകം മുഴുവൻ ഉണ്ട്. അതിന് കേരളത്തിലുള്ള ഈ മണ്ടന്മാരുടെ ലഹരി റാലി എന്നൊക്കെ പറഞ്ഞാൽ അമേരിക്കയിലൊക്കെ ഇരിക്കുന്ന ഭ്രാന്താണ്. കാരണം കഞ്ചാവിന്റെ ഒരു ഭയങ്കര സംഭവം ഉണ്ടാകും.